ശിവ എന്താണ് ബിജു മര്യാദക്ക് അയാളെ വിളിച്ചോണ്ട് പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഞങ്ങളോട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല കേട്ടോ. ബിജു അയാളെ വിളിച്ചോണ്ട് പോകാൻ. മേലിൽ ഇയാളെ കൊണ്ട് നീ ഇവിടെ വന്നേ പോരുത്. കീറിപ്പൂടിയകത്ത് കണ്ടില്ലേ, ഡോക്ടർ പറഞ്ഞിരിക്കണത് ഏത് സമയത്ത് എന്ത് സംഭവിക്കാമെന്നാ. പോണ വഴിക്ക് ആ വടക്കേല അമ്മായിനോടൊന്ന് പറഞ്ഞു, കാണുന്നവരൊക്കെ ഒന്നൊന്ന് കണ്ടോട്ടെ. ചേട്ടാ സുജ വന്നാ വരും. കണ്ണടച്ചാൽ എപ്പോഴും അവളുടെ മുഖം തന്നെയാണ്. ഞാൻ പറഞ്ഞെന്ന് പറയും അവളോട് വരാൻ. അവളിന്ന് വരും. വൈകുന്നേരത്തിനകത്ത് അവളെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ ഞാൻ നിർത്തും. ബിജു ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് അവളെ കാണണം കേട്ടോ. വരുമെന്ന് ഇന്ന് എന്തായാലും വരും. എന്താണ് പറയട്ടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവസ്ഥ വളരെ മോശമെന്ന് ബിജു. ഡോക്ടർ പറഞ്ഞത് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം. എന്ത് ചെയ്യാനാണ് പാലട്ട? പടച്ചോണ്ട് വരെ പരീക്ഷണങ്ങളല്ലേ. ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ. സുജമോള് വന്നില്ല പാലട്ട? അവള് വന്നില്ല ബിജു. ഞാൻ എവിടെ പോയി നോക്കാനാണ് അവള്? എത്ര ദിവസമായി അവള് ചോദിക്കണേ, ഞാൻ എവിടെ പോയി? ഞാൻ ബാലേട്ടനോട് പറയാനിട്ടാണ്. സുജമോള് ഒരു ദിവസം ഞാൻ അഞ്ചങ്ങാടി ജംഗ്ഷനിൽ വെച്ച് കണ്ടിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ടായിരുന്നു. കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ബാലേട്ട. കഴുത്തിലൊരു കറുത്ത ചരടും കയ്യിലൊരു കിറ്റൊക്കെ ആയിട്ട് കോലമൊക്കെ ആകെ മാറി. ഞാൻ ഒരുപാട് എടുത്തുകൊണ്ടിരുന്ന മോളല്ലേ, അങ്ങനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഞാനങ്ങനെ പോക്കറ്റിൽ നിന്ന് ഒരു 300 രൂപ എടുത്ത് സുജമോളുടെ കൈ കൊടുത്തു. വേണ്ട പിച്ചുക്കാന്ന് കുറെ പറഞ്ഞു, എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുത്തു. എത്ര കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയൊരു മോളാണ് അവൾ. അവളൊരുത്തന് കൂടെ ഇറങ്ങിപ്പോകുമ്പോ ഏതച്ഛനും പറയണതല്ലടാ ഞാനും പറഞ്ഞോളൂ. ഒരു വാശിയൊക്കെ എനിക്കും ഉണ്ടാവൂലടാ ആ സമയത്തൊക്കെ. പറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ഇങ്ങനെയാണ്. അവക്ക് എപ്പോ വേണമെങ്കിലും കേറി വന്നൂടേടാ ഇവിടെ. അവൾ ഇറങ്ങിപ്പോയപ്പോ അന്ന് വിഷമിച്ച് കിടക്കണതല്ലേ അവള്. ബാലേട്ടനൊരു കാര്യം ചെയ്യും, പോയൊരു മുണ്ടെടുത്തിട്ടോ നമുക്ക് നമ്മുടെ സുജമോളെ കൊണ്ടുവരാം. നമ്മൾ പോയി വിളിച്ച അവള് വരൂപിച്ചു. നമ്മൾ വിളിച്ചാൽ നമ്മുടെ സുജമോള് വരൂല ബാലേട്ട. ബാലേട്ടൻ ചെല്ലും. നമ്മൾ വഴി ചോദിച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവനിപ്പോൾ തന്നെ ഷാപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ്. നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുക. ശിവോയ് എന്താടാ ബിജു? ശിവ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അവിടെ സുജമോളുടെ അമ്മ തീരെ വയ്യാതെ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരൊക്കെ മടക്കി, കാണിക്കാനുള്ളവരൊക്കെ കാണിച്ചോളാണ് പറഞ്ഞേക്കണം. അപ്പോൾ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സുജമോളൊന്ന് കാണണമെന്നാണ്. നീയൊന്ന് സുജമോളെ അങ്ങോട്ട് വിടണം. വിടൂല ബിജു, അവളെ ഞാൻ വിടൂല. ഇയാളില്ലേ, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന അന്ന് മുതൽ എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്. ഇയാളും ഇയാളുടെ കൂട്ടുകാരൻ ചേർന്ന് എന്നെ തല്ലിയിട്ടുണ്ട്. അറിയോ എനിക്ക്? അന്ന് ഇയാൾക്ക് എൻ്റെ ജാതി പ്രശ്നം, എൻ്റെ വീട് പ്രശ്നം. എന്നിട്ടിപ്പോൾ വന്നേക്കണ അയാള് വിളിച്ചുകൊണ്ട് പൊയ്ക്കാൻ മര്യാദക്ക് ഇയാളാ. ശിവ, അന്ന് ഞാൻ ചെയ്തതിനൊക്കെ നീ തിരിച്ചു ചെയ്തു. എന്റെ മോളൊന്ന് വീട്. ലക്ഷ്മിക്ക് അവസാനായിട്ടൊന്ന് കാണാനുണ്ട. നിന്റെ കാല് പിടിക്കും. തന്നോടല്ലേ പറഞ്ഞു പോകാൻ ബിജു? അയാളെ വിളിച്ചുകൊണ്ട് പോയിക്കോട്ടാ. എടിക്കേറി പോടിയാത്ത്. ബിജു, ഞാൻ വീണ്ടും പറയണ്, പോയി ആളെ ഇവിടെ നിന്ന്.
കേറി പോയി കേറി പൂടി അകത്ത്. മോളെ അമ്മനൊന്ന് വന്ന് കണ്ടിട്ട് പോടി. ലക്ഷ്മി, എൻ്റെ മോള് വന്നാ? അവള് വരും. ചേട്ടൻ സുജ വന്നില്ലേ? അവള് വരും. അവളെപ്പോ വരാനാണ്? അവള് വരും. അവളെ ഞാൻ ഇന്ന് ഇവിടെ വരത്തിക്കും. എനിക്ക് ഇന്ന് തന്നെ അവളെ കാണണം. എന്നോട് ക്ഷമിക്കണ്ട ലക്ഷ്മി. എന്നോട് ക്ഷമിക്കേ. എന്നോട് ക്ഷമിക്കേ. ബാലേട്ടാ, 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 ചതിച്ചല്ലോ ബാലേട്ടാ, 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 ചതിച്ചല്ലോ അടച്ചോ, ചതിച്ചല്ലോ അടച്ചോ. ബിജുക്ക, ബിജുക്ക, എന്റെ അമ്മ എന്ത്? അമ്മേ, 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 എനിക്കമ്മേ, അച്ഛാ, അച്ഛാ, അമ്മേ.